Welcome back to Ideal Tech Master. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ വീഡിയോ ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് മഴക്കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ തുണി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വാഷിംഗ് മെഷീനൊക്കെ വന്നെങ്കിൽ പോലും ഇന്നും നമ്മുടെ തുണി പൂർണ്ണമായിട്ടും നനവ് വിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഴക്കാലത്ത്. അപ്പം മഴക്കാലത്ത് നമ്മുടെയൊക്കെ വർക്ക് ഏരിയയിൽ റൂമിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ അയയാണ്. അയൽ, അഴ, അങ്ങനെ പല പേരിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു കിടിലൻ അയയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സമയം കളയുന്നില്ല, നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച നമ്മുടെ PC പൈപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അയയുടെ ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിത്രത്തിൽ A എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ആ പോർഷൻസിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഏകദേശം നീളം എന്ന് പറയുന്നത് 2 മീറ്ററാണ്. അപ്പോൾ 2 മീറ്ററിൽ നമുക്ക് 3 പീസ് നമുക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ A എന്ന് പറയുന്ന പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 3 പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഇത് തന്നെയാണ്. നമ്മൾ വരും, പണി തുടങ്ങും, അപ്പോഴത്തേക്കും മഴ പെയ്യും, നമ്മൾ കയറിയിരിക്കും. അപ്പോൾ മഴയാണ്. അപ്പോൾ ഇനി നമുക്ക് മഴ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ 1 മീറ്റർ നീളത്തിൽ നമ്മൾ 2 പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ B എന്ന് പറയുന്ന പോർഷനിലേക്ക് ആവശ്യമായിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ സാധനം നമ്മൾ ഈ 1 മീറ്ററിൽ മുറിച്ചെടുത്ത ഈ പൈപ്പ് നമ്മൾ 50 സെൻറ്റിമീറ്ററിൽ വെച്ച് നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്യും. അത് ഇപ്പോഴല്ല, അത് നമ്മൾ വഴിയെ കട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുറിച്ചെടുത്ത പീസുകളെല്ലാം കൂടി നമ്മൾ ഇതുപോലെ 1 ഇഞ്ചിൻ്റെ എൽബോ ഉപയോഗിച്ചിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ 1 മീറ്ററിലെ മുറിച്ചെടുത്ത പൈപ്പിൻ്റെ പകുതി, അതായത് 50 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് മുറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മുറിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മുറിച്ചെടുത്ത 3ാമത്തെ പൈപ്പ്, നമ്മൾ 2 മീറ്ററിൽ 3 പൈപ്പ് മുറിച്ചിരുന്നു. ഈ 3ാമത്തെ പൈപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 ടീ ആണ്. 1 ഇഞ്ചിൻ്റെ 2 ടീ ആണ് ആവശ്യം. ഈ ടീ നമ്മൾ എന്ത് ചെയ്യും, മുറിച്ച ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ ടീ ഫിക്സ് ചെയ്യണം. ഇനി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന പീസ് നമ്മൾ ഈ ടീയുടെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ കയറ്റി വെക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ കയറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ അഴയുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഹോൾ ഇട്ടിട്ട്, പൈപ്പിൽ ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇതിലൂടെ കയർ നമുക്ക് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൈപ്പിൽ നമ്മൾ തുളയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു റോയിൽ ഏകദേശം 3 ലൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള അകലം അളന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് തുളച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഏകദേശം കംപ്ലീറ്റ് വർക്ക് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറിടുന്നതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. പെയിൻറ്റ് അടിക്കാൻ നിർബന്ധമില്ല, പക്ഷേ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. വെച്ചേക്കുന്ന പൈപ്പും നമ്മുടെ ജോയിൻറ്റുകളെല്ലാം കൂടി നമ്മളിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങാൻ വെച്ചേക്കാണ്. അപ്പോൾ ഈ അത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഏകദേശം ഒരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് ഒരു 5 ഇഞ്ച് നീളത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അഴ നമുക്ക് ഭിത്തിമേൽ ക്ലാമ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഏകദേശം ഒരു 5 ഇഞ്ച്, 4 ഇഞ്ച്, 3 ഇഞ്ച് സൈസുകളിലായിട്ട് നമ്മളൊരു 4 പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസും ജസ്റ്റ് നമ്മളിതൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈപ്പൊക്കെ പെയിൻറ്റ് അടിച്ചപ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളിത് പൈപ്പ് നമ്മുടെ പഴയ പൊസിഷനിലേക്ക് തന്നെ നമ്മളിതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് ഇതുപോലെ ഒരു കയർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇട്ട ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറാന്തൊക്കെ വലുപ്പത്തിലുള്ള ഒരു കയർ എടുത്തിട്ടുണ്ട്. ഇനി ഈ കയർ നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമ്മൾ അയ കെട്ടിയെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 ലൈനാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ലൈൻ്റെ അളവൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോ നമ്മൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റോ കൂടി കെട്ടിയെടുക്കാം.
നമ്മൾ ലൈൻ കെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ മുറിച്ചെടുത്ത 1.25 ഇഞ്ചിൽ മുറിച്ചെടുത്ത പീസ് നമുക്ക് നമ്മുടെ അഴയുടെ ഫ്രെയിമിൽ ഔട്ടർ ഫ്രെയിമിൽ നമുക്ക് ഇട്ട് കൊടുക്കാണ്. അത് വേണമെങ്കിൽ നമുക്ക് അഴ കെട്ടുന്നതിന് മുന്നേ നമ്മൾ കയർ കെട്ടുന്നതിന് മുന്നേ ഇടാം. കാരണം നമുക്ക് തുടങ്ങി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം കെട്ടിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഇതുപോലെ ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു ടീ വേണം. ഇത് നമ്മൾ നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മൾ ഇതുപോലെ ഒരു ടീ എടുക്കുന്നുണ്ട്. ആ ടീ നമ്മൾ ഇടുന്നത് നമ്മുടെ ഏത് ഫ്രെയിമിലാണ് നമ്മൾ മറ്റേ പീസ് ഇട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഫ്രെയിമിൽ നമ്മൾ ഇതിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അയണ വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതായത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള പണി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോയിന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ PVC സോൾവെന്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അഴ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഭിത്തിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ വാൾ പ്ലഗ് നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലഗ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അടിയിലത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ സ്ക്രൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അഴ നമ്മുടെ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോർത്ത് വെച്ചിരിക്കുന്ന അതായത് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് വെച്ചിരിക്കുന്ന ഈ 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഇറക്കി ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പൈപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ മേളിലത്തെ സ്ക്രൂവും കൂടി നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അഴ നമ്മൾ ഭിത്തിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അഴ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ അഴ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പൊക്കിയിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലോക്കും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ അഴയ്ക്ക് നമുക്കൊരു സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു ടീ എടുത്തിട്ട് നമ്മൾ ഏകദേശം അഴയുടെ സെൻറ്ററായിട്ട് നമ്മൾ ഏറ്റവും അടിഭാഗത്തായിട്ട് ഭിത്തിയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഏകദേശം ടീയുടെ ഒരു നീളം നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഏകദേശം നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്കിത് ക്ലാമ്പ് ചെയ്ത് നിർത്തണം. അപ്പോൾ സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ 2 പൈപ്പിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ ടീയുടെ അപ്പുറത്തേക്ക് 2 സൈഡിലേക്കുമായിട്ട് നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്ന് ഇതുപോലെ പീസ് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ 2 പീസ് മുറിച്ചിട്ട് ടീയുടെ 2 അറ്റത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിയത്തെ പൈപ്പ് ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചുമ്പോൾ കാണാം നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യുന്നതാണ്. ഇനി ആ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇതുപോലെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പൈപ്പിൻ്റെ ഈ ഒരു തലയിലാണ് നമ്മുടെ അയ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അയ നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റൈലിൽ നമ്മളിപ്പോൾ നിർത്തിയേക്കാണ്. ഇപ്പോൾ നമ്മുടെ അയ നമ്മളെ കിടിലായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് തുണി വിരിച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു അയ തന്നെ വേണമെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ വർക്ക് ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണമെങ്കിൽ നല്ല മഴക്കാലത്ത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അയ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് ഏറ്റവും കൂടുതൽ എത്ര തിക്നെസ് നമുക്ക് കിട്ടും അത്രയും തിക്നെസ് കൂടിയ പൈപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് വെയിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വളച്ചിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ GI പൈപ്പിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റുള്ള തുണി അതുപോലെ ബ്ലാങ്കറ്റ് അങ്ങനത്തെ നമ്മുടെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നല്ല മഴക്കാലങ്ങളിൽ അതായത് നമുക്ക് കുറഞ്ഞ സ്പേസിൽ നമ്മൾ അത്യാവശ്യം വേണ്ട തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ നമുക്ക് ഇതുപോലെ ഒരു അയ നമുക്ക് സെറ്റ് ചെയ്താൽ മതി വീട്ടിൽ. അപ്പം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അയ നമുക്ക് എന്താ പറയുക ശല്യമില്ലാത്ത രീതിയിൽ നമുക്കിത് മടക്കി വെക്കാൻ കഴിയും. അതായത് നമ്മൾ ഇതുപോലെ ഊരിയെടുത്തിട്ട് നമ്മുടെ അയ ഇതുപോലെ നമ്മുടെ ഭിത്തിയിലേക്ക് തൂക്കിയിടുക. അതിനുശേഷം നമ്മുടെ ഈ സപ്പോർട്ടിംഗ് സ്റ്റേ എടുത്തിട്ട് നമ്മുടെ ഈ മേളത്തെ ഫ്രെയിമുമായിട്ട് ചേർത്ത് ചെറിയായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയ കൊണ്ട് നമുക്ക് വേറെ ഒരുവിധ തടസ്സവും ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറഞ്ഞത് വർക്ക് ഏരിയയിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ മേളിൽ വെച്ച് കെട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് ഇതുപോലെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഊരിയെടുത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു തടസ്സം കൂടി ഈ പൈപ്പ് നിൽക്കുന്ന ഒരു തടസ്സം കൂടിയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പൈപ്പ് നല്ല ക്വാളിറ്റി കൂടിയ നല്ല കട്ടി കൂടിയ പൈപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതോളം വരെ